വാഹനം എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും സംശയം വരുന്ന ഒരു കാര്യമാണ് ഏത് ഗിയർ ബോക്സ് ഓപ്ഷൻ എടുക്കണം, മാനുവൽ എടുക്കണോ അതോ ഓട്ടോമാറ്റിക് എടുക്കണോ? ഇന്നത്തെ കാലത്ത് കൂടുതലും ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കിൽ ഏതെടുക്കണം? AMT അവൈലബിൾ ആണ്, IMT അവൈലബിൾ ആണ്, CVT അവൈലബിൾ ആണ്, DCT അവൈലബിൾ ആണ്, DSG അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ കൂട്ടത്തിലുള്ള ഈ വാഹനത്തിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ DCT ട്രാൻസ്മിഷനാണ് വരുന്നത്, അതായത് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ. അങ്ങനെയാണെങ്കിൽ ഏത് ട്രാൻസ്മിഷനാണ് അടിപൊളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് MG ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ട്രാൻസ്മിഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓട്ടോമാറ്റിക് എടുക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു AMT എടുക്കുന്നതാണ് നല്ലത്. അതിൻ്റെ കാരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം DCT അഥവാ DSG ഗിയർ ബോക്സ് തന്നെ എടുക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയും. ആദ്യം തന്നെ AMTയുടെ കാര്യം പറഞ്ഞ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. AMTയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു മാനുവൽ വാഹനത്തിന് കിട്ടുന്ന അതേ മൈലേജ് തന്നെ നമുക്കൊരു AMT വാഹനത്തിന് കിട്ടും. അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ, എന്നാലും ഒരു മാനുവലിൽ കിട്ടുന്ന അതേ മൈലേജ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് AMTയുടെ ഒരു അഡ്വാൻറ്റേജ്. പാർട്സ് മാറാൻ വേണ്ടിയിട്ട് വലിയ ചിലവ് വരാതെ തന്നെ നിങ്ങൾക്കൊരു AMT ഗിയർ ബോക്സിൽ മാറ്റാൻ സാധിക്കും. കാരണം വലിയ പണി വരത്തില്ല. ക്ലച്ചിന് മാത്രം കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുള്ളൂ. ഏകദേശം ഒരു 60 തൊട്ട് 80,000 കിലോമീറ്ററൊക്കെ കഴിയുമ്പോഴത്തേക്കും, 80,000 കിലോമീറ്ററൊക്കെ കഴിയുമ്പോഴത്തേക്കും ക്ലച്ച് മോശമായിട്ടുണ്ടെങ്കിൽ ക്ലച്ച് മാറി വിടുക എന്നുള്ളൊരു പ്രശ്നം മാത്രമേ അതിന് വരുന്നുള്ളൂ. AMT വാഹനത്തിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയും ഒരു DCT ട്രാൻസ്മിഷൻ. പക്ഷേ കുറച്ച് കോസ്റ്റ്ലിയാണ്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ഒരു പണി വന്നു കഴിഞ്ഞാൽ നല്ല രീതിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങും. പക്ഷേ ഡ്രൈവ് കംഫോർട്ട് ഇതുപോലെ സുഖമായിട്ടുള്ളൊരു വാഹനം വേറെ ഇല്ല, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്മിഷൻ വേറെ ഇല്ല. ടക്ക് ടക്ക് ടക്കെന്ന് പറഞ്ഞാൽ അതുപോലെ സ്പീഡിലാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. നമുക്ക് ഒരു കാരണവശാലും ഗിയർ ചേഞ്ചസ് നമുക്ക് അറിയത്തില്ല. അതുപോലെ സ്മൂത്തായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. കാരണം ഇതൊരു 6 സ്പീഡ് DCT ട്രാൻസ്മിഷനാണ് എൻ്റെ കൂട്ടത്തിലുള്ളത്. സ്മൂത്ത് എന്ന് പറഞ്ഞാൽ അതിരി സ്മൂത്താണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് CVT പറയാം. CVTക്ക് മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവാണ്, പക്ഷേ ഫ്യൂവൽ എഫിഷ്യൻസി വളരെ കുറവാണ്. സ്പീഡ് ഗെയിൻ ചെയ്യുന്ന സമയത്ത് നോക്കി, അതായത് അത്യാവശ്യം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ലായിരിക്കും. പിന്നെ ഒരു കാര്യമാണ് ടോർക്ക് കൺവേർട്ടർ. ഞാൻ പറയാൻ വിട്ടുപോയതാണ് ടോർക്ക് കൺവേർട്ടർ. ഇതുപോലെ മൈലേജ് ഇല്ലാത്തൊരു മോഡൽ വേറെ ഒന്നുമില്ല. ടോർക്ക് കൺവേർട്ടർ ട്രാൻസ്മിഷൻ കൊള്ളാം, വലിയ മെയിൻ്റെനൻസും വരത്തില്ല, പക്ഷേ ഫ്യൂൽ എഫിഷ്യൻസി ഭയങ്കര കുറവായിരിക്കും. കാരണം ടോർക്ക് കൺവേർട്ടറിന് പവർ ഗെയിൻ ചെയ്ത് വേണം ട്രാൻസ്മിഷനിലോട്ട് വന്ന് അതിൽ നിന്ന് വേണം ടയേഴ്സിലോട്ട് പോകാൻ. അതുകൊണ്ട് ടോർക്ക് കൺവേർട്ടറിൻ്റെ ഒരു കാലം കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. ഇതെൻ്റെ മാത്രം പേഴ്സണൽ സജഷനാണ്. ഏതെടുക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും ഉറപ്പായിട്ടും പറയും AMT എടുത്തോളൂ. നിങ്ങൾക്ക് മൈലേജ് വേണമെന്നുണ്ടെങ്കിൽ, പവറും പെർഫോമൻസും വേണമെങ്കിൽ DCT എടുക്കുക. ഈ 2 മോഡൽസ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ മാനുവലിലോട്ട് പോകാം. IMT വേണ്ട, അല്ലെങ്കിൽ IMTയോട് ഞാൻ സജസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് കംപ്ലയിൻറ്റ്സ് കൂടുതലാണ് IMTക്ക് വരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാനതൊന്ന് സ്പെസിഫൈ ചെയ്ത് പറയാത്തതിൻ്റെ കാര്യം. ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വാഹനം ഏതാണ്, അതിനെന്തെങ്കിലും കംപ്ലയിൻറ്റ്സോ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് അത് ഉപകാരമായിരിക്കും.